ഇസ്രായേൽ പാകിസ്ഥാനിൽ ബോംബിട്ടു. ട്രംപിന്റെ പിന്തുണയിൽ പാകിസ്ഥാനിൽ ആക്രമണം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളുടെ ഭാഗമായിട്ട് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം പാകിസ്ഥാൻ തള്ളുന്നു. അങ്ങനെ പാകിസ്ഥാൻ തള്ളുമ്പോൾ അടുത്ത് വരാൻ സാധ്യതയുള്ള ഒരു വാർത്ത ഇസ്രായേൽ പാകിസ്ഥാൻ ബോംബിട്ടു എന്നതാണ്. അതായത് ട്രംപിന്റെ പിന്തുണയിൽ പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നതാണ്. സ്വതന്ത്ര പാലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകാതെ ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്ന തങ്ങളുടെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള വിദേശ നയം പാകിസ്ഥാൻ വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപിന്റെ ചില നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തെ പാകിസ്ഥാൻ തള്ളിക്കളയുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇറാനുമായിട്ടുള്ള ഭാവി സമാധാന കരാറുകളുടെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായിട്ട് അബ്രഹാം ഉടമ്പടി വിപുലീകരിക്കാനാണ് ട്രംപിന്റെ നീക്കം. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ വഴി പുറത്തുവിട്ട പ്രസ്താവനയിൽ പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് അനിവാര്യമാണ് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതിൽ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളെ ട്രംപ് പ്രത്യേകം പരാമർശിച്ചു. ഇത് സൗദിയും ഖത്തറും ഉടനടി കരാറിൽ ഒപ്പുവെക്കുമെന്നാണ്, അല്ലെങ്കിൽ ഒപ്പുവെക്കണമെന്നുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ട്. വാഷിംഗ്ടണുമായി ഒരു അന്തിമ സമാധാന കരാറിലെത്തിയാൽ ഭാവിയിൽ ഇറാൻ പോലും ഈ സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന് ട്രംപ് കുറിച്ചുവെക്കുന്നു. പക്ഷേ ഈ ആഗോള സഖ്യം പശ്ചിമേഷ്യയിൽ വലിയ സാമ്പത്തിക സാമൂഹിക മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള അവകാശവാദങ്ങൾ ഉള്ളപ്പോഴും ഇതിന് തയ്യാറാകാത്തവർക്ക് ഈ വൻ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമാകാൻ കഴിയില്ല എന്നുള്ള ഭീഷണി കൂടി ട്രംപ് ഉയർത്തുകയാണ്. അതേസമയം ട്രംപിന്റെ ഈ നിർദ്ദേശത്തോട് കടുത്ത ഭാഷയിലാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത്. ഒരു ദിവസത്തെ വാക്കിന് പോലും വിശ്വാസ്യതയില്ലാത്ത ഇസ്രായേലിനൊപ്പം തങ്ങൾ എങ്ങനെ ചർച്ചയ്ക്കിരിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ചോദിക്കുന്നു. 1967 അതിർത്തികൾ അംഗീകരിച്ച് കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായിട്ട് സ്വതന്ത്ര പലസ്തീൻ രാജ്യം സ്ഥാപിതമാകാതെ ഇസ്രായേലുമായിട്ട് യാതൊരു നയതന്ത്ര ചർച്ചകൾക്കും ഇല്ലെന്ന് പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള ഇഷാഖ് ദാർ വ്യക്തമാക്കുകയും ചെയ്തു. ഭാവിയിൽ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാൻ ഈ കരാറിന്റെ ഭാഗമായാൽ തന്നെ അത് പാകിസ്ഥാന്റെ പാസ്പോർട്ട് ഘടനയിൽ വലിയ നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ്. നിലവിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാൻ നിയമപരമായിട്ട് അനുമതിയില്ല. പാകിസ്ഥാന്റെ ഔദ്യോഗിക പാസ്പോർട്ട് ബുക്ക്ലെറ്റിനുള്ളിൽ ഈ പാസ്പോർട്ട് ഇസ്രായേൽ ഒഴികെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും സാധുവാണ് എന്ന് കൃത്യമായിട്ട് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചാൽ ടൂറിസം, വ്യാപാരം, എംബസി പ്രവർത്തനങ്ങൾ എന്നിവ ആരംഭിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ പാസ്പോർട്ടിലെ ഈ വിവേചനപരമായിട്ടുള്ള വാചകം പാകിസ്ഥാന് നിയമപരമായിട്ട് നീക്കം ചെയ്യേണ്ടി വരുമെന്നും സമാനമായ രീതിയിൽ ബംഗ്ലാദേശ് തങ്ങളുടെ ആധുനിക ഈ പാസ്പോർട്ടുകൾ പുറത്തിറക്കിയപ്പോൾ ഇസ്രായേൽ വിരുദ്ധ വാചകം ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാനിലും ഉണ്ടാകുന്നതാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ട് 2020 ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള കരാറാണ് ഈ അബ്രഹാം ഉടമ്പടി എന്ന് പറയപ്പെടുന്നത്. പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ തന്നെ UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഈ കരാറിലൂടെ ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ എത്തിക്കുവാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനോടും അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചത്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുവാൻ പാകിസ്ഥാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ, ഇസ്രായേലിനെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ ചെന്നാൽ പാകിസ്ഥാനിൽ ഇനി എങ്ങനെ ബോംബിടാം എന്നതിനെ കുറിച്ചാണ് ഇസ്രായേൽ ആലോചിക്കുന്നത്. പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിക്കാത്തവരെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറല്ല എന്നുള്ളൊരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ട്രംപിന്റെ പിന്തുണ കൂടി ഉള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനിൽ അത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടാക്കി ഇസ്രായേലിന് വേണമെങ്കിൽ പാകിസ്ഥാനെ ബോംബിട്ട് നശിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അങ്ങനെ വന്നാലും ഇപ്പോൾ ഇവിടെ ഇറാനിൽ നടക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലായിരിക്കും പാകിസ്ഥാനിൽ അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇസ്രായേൽ വരും ദിനങ്ങളിൽ പാകിസ്ഥാന്റെ നിലപാട് ഇത് തന്നെയാണെങ്കിൽ ആ പാകിസ്ഥാനിൽ ബോംബിട്ട് ആ രാജ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് ട്രംപിന്റെ പിന്തുണ കൂടി ഉള്ളത് കൊണ്ടാണ് വലിയൊരു ആക്രമണം ഇസ്രായേൽ പാകിസ്ഥാൻ നടത്തുകയും ചെയ്യും.